CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ തെരുവുനായ പ്രശ്നത്തിൽ നിർണായക ഇടപെടൽ നടത്തി സർക്കാർ. രോഗബാധിതരായ തെരുവുനായകളെ വെറ്റിനറി സർജന്റെ സാക്ഷ്യപത്രത്തോടെ ദയാവധത്തിന് വിധേയമാക്കാമെന്ന് തീരുമാനം. നാളെ കർക്കിടകം 1 വ്രതശുദ്ധിയുടെയും ആധ്യാത്മികതയുടെയും നാളുകൾക്ക് തുടക്കമിട്ട് കർക്കിടക മാസാചരണം. ഇനിയുള്ള 30 നാൾ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും രാമായണ ധ്വനികളാൽ മുഖരിതമാകും. തൃശൂർ പൂരം കലകലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി. ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറി. നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവായൂരിലെ ബസ് സ്റ്റാൻഡ് ടെർമിനൽ ഓണത്തിന് മുമ്പ് ഭാഗികമായി തുറക്കാൻ നടപടികൾ സ്വീകരിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. കെട്ടിടത്തിന്റെ നിർമ്മാണം 80% പൂർത്തിയായി. കർക്കിടക മാസത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദശപുഷ്പ പത്തില പ്രദർശനവും വിതരണവും സംഘടിപ്പിച്ചു. ചാവക്കാട് ചേറ്റുവ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രവർത്തകരെ നീക്കി. ചങ്ങരംകുളം സാംസ്കാരിക സമിതി ഗ്രന്ഥശാല, ഗുരുവായൂർ ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 93ാം ജന്മദിനാചരണവും ആനപ്പക നോവലിന്റെ ചർച്ചാ സമ്മേളനവും നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് മാസ്റ്റർക്ക് സ്വീകരണം നൽകി. മുതുവട്ടൂർ ശിക്ഷക് സദൻ മിനി ഹാളിൽ നടത്തിയ യൂണിറ്റ് കൺവെൻഷൻ AP ജോസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭയിലെ ഹരിതകർമ്മസേന, ശുചീകരണ തൊഴിലാളികൾ എന്നിവർക്കായി PPE കിറ്റ് ഉപയോഗത്തിന്റെ ശരിയായ രീതി, ആവശ്യകത എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി നമസ്തേ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മറ്റം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ നടിയൽ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ് നിർവഹിച്ചു. മറ്റം മാർക്കറ്റ് റോഡിന് സമീപത്തായാണ് പച്ചക്കറി കൃഷി നടത്തുന്നത്. കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ പൊതുയോഗം ചേർന്നു. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ മാറോക്കി ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.